ആൻഡ്രോയിഡ് ഫോണിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കുറഞ്ഞ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. ഏകദേശം ഇന്ന് ഏറെക്കുറെ ആളുകൾ പ്ലേ സ്റ്റോറൊക്കെ ലഭ്യമാകുന്ന ആൻഡ്രോയിഡ് ഫോണുകളാണ് ഏകദേശം ആളുകളൊക്കെ ഉപയോഗിക്കുന്നത്. കുറച്ചാളുകളുടെയൊക്കെ കയ്യിൽ ഐഫോണുകൾ അതുപോലെ തന്നെ മറ്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്ന ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒട്ടുമിക്ക ആളുകളിലും നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ആൻഡ്രോയിഡ് ഫോണുകളാണ്. അപ്പോൾ ധാരാളം ആപ്ലിക്കേഷനുകൾ അവരൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത ഉപയോഗങ്ങൾക്കായിരിക്കാം. ധാരാളം ആപ്ലിക്കേഷന് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടൊപ്പം അവർ പറയുന്നതാണ് അതിൻ്റെ വേഗത കുറവാണ്, അല്ലെങ്കിൽ എല്ലാ ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സ്ലോ ആണ്, വീഡിയോകൾ ഓപ്പണായി വരാനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് എന്നൊക്കെ ധാരാളം പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൻഡ്രോയിഡ് ഫോണുകളുടെ ഒക്കെ വേഗത വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു മൊബൈലിനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ഏതാവശ്യത്തിനും വേഗതയിൽ നിങ്ങളുടെ ഫോണുകളെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോൺ എപ്പോഴും ക്ലീനായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അതായത് ക്ലീനായിട്ട് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ എന്ത് ഫയലുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും അതെല്ലാം ഒരു ഇൻറ്റേർണൽ മെമ്മറിയിൽ ഫോണിൻ്റെ സ്റ്റോറേജിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഡിവൈസിലാണ് അത് ഡൗൺലോഡായി കിടക്കുന്നത്. അപ്പോൾ ഭയങ്കര ടൈറ്റായിരിക്കും നമ്മളുടെ ഫോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്താൽ അതും ഡൗൺലോഡ് എന്ന് പറയുന്ന ഫയലിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റ് എക്സ്റ്റൻഡർ ഡിവൈസുകളൊക്കെ എക്സ്റ്റൻഡറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും നമ്മളുടെ ഫയലുകൾ സെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫയലുകളൊക്കെ സെൻഡ് ചെയ്താൽ അതും ഒരു ഇൻറ്റേർണൽ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുക. ഒട്ടുമിക്ക ആളുകളുടെ ഒരു ഇൻറ്റേർണൽ ഡിവൈസിലോട്ടാണ് സേവ് ആയി കിടക്കുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഡിവൈസ് കാര്യമായിട്ട് ഒരു സ്പേസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ ഒന്നല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഫയലുകൾ പിന്നീട് ആവശ്യം വരും എന്നുള്ള രൂപത്തിലുള്ള ഫയലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫയലുകൾ നമ്മളുടെ എക്സ്റ്റേണൽ സ്റ്റോറേജിലോട്ട്, നമ്മളുടെ പെൻഡ്രൈവുകളിലോട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലോട്ടോ, ഈ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡ് അതിലോട്ടോ ഒന്ന് മൂവ് ചെയ്ത് കണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെയൊക്കെ നമ്മളുടെ ഫോണിൻ്റെ വേഗത ഒന്നും കൂടി സ്പീഡപ്പ് ആയിരിക്കുന്നതാണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളുടെ ഫോണിൻ്റെ റാമിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, അവരുടെയൊക്കെ ഫോണിൻ്റെ വേഗത എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു 2 GB റാം, അല്ലെങ്കിൽ ഒരു 4 GB റാം, 6 GB റാം, 8 GB റാം, 12 GB റാമുകളൊക്കെ എല്ലാ ഫോണുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ GB ഒന്നും ഇല്ലാത്ത ഒരു ഫോണുകളാണ് എങ്കിൽ റാമിൻ്റെ ഒരു ആയാസം കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഫോണിലുള്ള എല്ലാ സോഫ്റ്റ്വെയർ വർക്കാകുന്നതും ഈ റാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ, ഇപ്പോൾ ഫോണിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളറിയാതെ ധാരാളം ആപ്ലിക്കേഷനുകൾ വർക്കാകുന്നുണ്ടാവും. ആനിമേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളുള്ളവരുണ്ടാവും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ നടക്കുന്ന ഫോണുകൾ ഉണ്ടാവും. ഓട്ടോ ഡൗൺലോഡിങ് കൊടുത്തിട്ടുള്ള ഫോണുകൾ ഉണ്ടാവും. ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മളറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ആപ്ലിക്കേഷനുകളൊക്കെ നമ്മൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയും അതുപോലെ തന്നെ എറർ ഫയലുകൾ ക്ലീൻ ചെയ്യുകയും എറർ ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു മാർഗ്ഗമുള്ളത്. അപ്പോൾ ഇങ്ങനെ ധാരാളം ക്ലീൻ ചെയ്യാനുള്ള ധാരാളം ആപ്ലിക്കേഷനുകളും ഇന്ന് പ്ലേ സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സി ക്ലീനപ്പ് എന്ന് പറയുന്നത് മൊബൈൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന സോഫ്റ്റ്വെയറുകളൊക്കെ ഇന്ന് ധാരാളമുണ്ട്. പക്ഷേ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മറ്റു ആപ്ലിക്കേഷനുകളൊക്കെ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ അറിയാത്തവരാണ് എങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് കൂടിയിട്ടും എറർ ഫയലുകളെ നമ്മൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനുകളൊക്കെ പ്രവർത്തനരഹിതമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ ഫോൺ വാങ്ങുന്ന സമയത്ത് അതിൽ ധാരാളം സോഫ്റ്റ്വെയറുകൾ ഓൾറെഡി അതിലുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ എല്ലാ സോഫ്റ്റ്വെയറും ഇപ്പോൾ നമ്മൾക്ക് ഉണ്ടാകാറില്ല. അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട ധാരാളം സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും. കാൽക്കുലേറ്ററുകൾ, അലാറം ക്ലോക്കുകൾ, കലണ്ടറുകൾ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ കഴിഞ്ഞാൽ ചില ഒട്ടുമിക്ക ആപ്ലിക്കേഷനുകളും ചിലപ്പോൾ ഉപയോഗശൂന്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റൂല. അതൊക്കെ റൂട്ട് ചെയ്തിട്ടുള്ള ഫോണുകളിലാണ് നമ്മൾക്ക്
ഇംബിൾഡ് ആപ്ലിക്കേഷനുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ഒരു ഒട്ടുമിക്ക ആളുകളുടെ ഫോണുകളൊന്നും ചിലപ്പോൾ റൂട്ട് ചെയ്യാത്ത ഫോണുകളായിരിക്കുക. അങ്ങനെയാകുന്ന സമയത്ത് ആ ആപ്ലിക്കേഷനുകൾ സെറ്റിങ്സിൽ ചെന്നുകൊണ്ട് ആപ്ലിക്കേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ ആപ്ലിക്കേഷനുകൾ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് അതിൻ്റെ പ്രവർത്തനം താൽക്കാലികമായിട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾക്ക് അതിൻ്റെ ഉപയോഗമുണ്ട് എങ്കിൽ ആ ആപ്ലിക്കേഷനെ എനേബിൾ ചെയ്തിട്ട് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ നമ്മളുടെയൊക്കെ ഫോണിൻ്റെ അല്ലെങ്കിൽ ഈ ആൻഡ്രോയിഡ് ഫോണുകളുടെ ഒക്കെ വേഗത ഒന്നും കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നാലാമതായിട്ട് അപകടകാരികളായിട്ടുള്ള ധാരാളം ആപ്ലിക്കേഷനുകളുണ്ട്. ഇത് അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ പ്ലേ സ്റ്റോറുകളിൽ ഇങ്ങനെ നമ്മളുടെ ഫോണുകളെ ഹാങ് ആക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ ആ ആപ്ലിക്കേഷന് ഇൻസ്റ്റാൾ ആകണമെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ധാരാളം ഓപ്ഷനുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് മറ്റു സോഫ്റ്റ്വെയറുകളുടെ സഹായം തേടുക. അല്ല എങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ മാൽവെയറുകൾ, അതിൻ്റെ വൈറസുകൾ ഒക്കെ നമ്മളുടെ ഫോണിലോട്ട് കടന്നുകൂടുകയും ചിലപ്പോൾ നമ്മളുടെ ഫോണുകൾ റീസെറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യേണ്ട അവസ്ഥ വരെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ, ചിലപ്പോൾ പ്രോ വേർഷൻ ചിലപ്പോൾ നമ്മൾക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും, അപ്പോൾ ക്യാഷൊക്കെ കൊടുത്തുകൊണ്ട് വാങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ നമ്മളുടെ ഫോണുകൾ വീണ്ടും ഒന്നും കൂടി സ്പീഡപ്പായിട്ട് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് വേഗത വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ടത് ഫോൺ റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റീസെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അഞ്ചാമത്തെ പോയിന്റ് പ്രധാനമായിട്ടും എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിലും നമ്മളുടെ ഫോണ് റെഡിയാകുന്നില്ല, ഈ മുകളിൽ പറഞ്ഞ ഒരു ഓപ്ഷനുകളിലും നമ്മളുടെ ഫോൺ റെഡിയാകുന്നില്ല എങ്കിൽ നമ്മൾക്ക് മുന്നിലുള്ള ഒരു ഓപ്ഷനാണ് ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന്. ഫോണിനെ വാങ്ങിയ സമയത്തുള്ള ആ രൂപത്തിലോട്ട് തന്നെ റിവേർട്ട് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, ആ രൂപത്തിലോട്ട് തന്നെ മാറ്റുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഫോണിലുള്ള ഇമേജുകൾ, നമ്മൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ ഇതൊക്കെ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് പോകും. നമ്മളുടെ കോണ്ടാക്റ്റ് ലിസ്റ്റ് ഇതൊക്കെ പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ഒക്കെ നമ്മൾ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോണ്ടാക്റ്റുകളൊക്കെ നമ്മളുടെ മെയിലിലോട്ട് സിങ്ക് ചെയ്ത് വെക്കുക, അതിലോട്ട് എക്സ്പോർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഡാറ്റകൾ ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജിലോട്ട് സേവ് ചെയ്ത് വെക്കുക. ആവശ്യമായിട്ടുള്ള ഡാറ്റകളൊക്കെ എക്സ്റ്റേണൽ സ്റ്റോറേജിലോട്ട് സേവ് ചെയ്ത് വെക്കുക. റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫോണിലെ ചാർജ് ഒരു 75% ഉണ്ട് എന്ന് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക. കാരണം റീസെറ്റ് ചെയ്യുന്നതിനിടക്ക് നമ്മളുടെ ഫോണ് ചാർജ് കഴിഞ്ഞ് ഓഫായി പോവുകയാണെങ്കിൽ ഡെഡാകാനുള്ള, ഫോണ് പ്രവർത്തനരഹിതമാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഇനി ഇതൊന്നും അറിയാത്ത ഒരാളാണ് എങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ മറ്റു ആപ്ലിക്കേഷനുകളുടെ സഹായം തേടാം. ഇപ്പോൾ സാധാരണ കുറച്ച് ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ക്ലീൻ ചെയ്യാനുള്ള CCleaner ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ. അപ്പോൾ അത് ആവശ്യമുണ്ട് എങ്കിൽ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ നൽകുന്നുണ്ട്. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുപോലുള്ള ധാരാളം ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെ ധാരാളം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.